ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം. കജൻ ദേവയാനിയോട് യാത്ര പറഞ്ഞ് സഞ്ജീവനി വിദ്യയൊക്കെ പഠിച്ച് ദേവലോകത്തെത്തി. അവിടെ കജനെ എല്ലാവരും സ്വീകരിച്ചു. സഞ്ജീവനി വിദ്യ അവിടെ പ്രയോഗിക്കുകയും ഒരുപാട് പേരെ ജീവിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. ദേവയാനി യയാതി രാജാവിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പൊരു കഥയുണ്ട്. സഞ്ജീവനി വിദ്യയൊക്കെ ദേവന്മാർ പഠിച്ചു കഴിഞ്ഞു. ഇന്ദ്രൻ ഒരു ദിവസം കാറ്റായി വന്ന് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും മറ്റു തോഴിമാരുടെയും വസ്ത്രങ്ങൾ കാറ്റിൽ പറത്തി. കാറ്റായി വന്ന് പറത്തി. ഇതിൽ അവർ അസ്വസ്ഥരാവുകയും ശർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രമെടുത്ത് മാറുമറയ്ക്കുകയും ചെയ്തു. ഇതിൽ ദേവയാനി കോപിഷ്ഠയായി, ബ്രാഹ്മണ കന്യകയായ എൻ്റെ വസ്ത്രത്തിൽ നീ തൊട്ടുകൂടാ. അവർ തമ്മിൽ വഴക്കായി. രാജാവായ വൃഷപർവാവിൻ്റെ മകളാണ് ശർമ്മിഷ്ഠ. പക്ഷേ ബ്രാഹ്മണനായ ശുക്രാചാര്യരുടെ മകളെ ശർമ്മിഷ്ഠയ്ക്ക് തൊട്ടുകൂടാ. അങ്ങനെ അവർ തമ്മിൽ വഴക്കായി ദേവയാനിയെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു ശർമ്മിഷ്ഠ. അപ്പോഴാണ് യയാതി വരുന്നത്. യയാതി ദേവയാനിയെ കാണുകയും തൻ്റെ വലത് കൈ പിടിച്ച് അവളുടെ കയ്യിൽ പിടിച്ച് വലത് കൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ പൊട്ടക്കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുകയും അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ശർമ്മിഷ്ഠ പിണങ്ങിപ്പോയി, കൊട്ടാരത്തിലേക്ക് പിണങ്ങിപ്പോവുകയും ചെയ്തു. വൃഷപർവാവിനോട് തന്നെ അപമാനിച്ച ദേവയാനിയുടെ പ്രവൃത്തികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ശുക്രാചാര്യർക്ക് ദേഷ്യം വന്നു, തൻ്റെ പ്രിയപ്പെട്ട മകളെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്. കോപിഷ്ഠയായ ദേവയാനി കൊട്ടാരത്തിലെത്തി അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ശുക്രാചാര്യർക്ക് ദേഷ്യം വന്നത്. പക്ഷേ ശുക്രാചാര്യർ ദേവയാനിയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ആ ഒരു ആശ്വസിപ്പിക്കൽ ലോകത്തോട് തന്നെ ഉള്ള ഒരു ഉപദേശമാണ്. ക്രോധത്തെ നിയന്ത്രിക്കണം. ക്രോധം കൊണ്ട് ഒരു കാര്യവുമില്ല. ആക്ഷേപങ്ങളെ, നമുക്ക് നേരെ വരുന്ന ആക്ഷേപങ്ങളെ ക്ഷമാപൂർവം പരിഹരിക്കണമെന്നും കൂടി അദ്ദേഹം ദേവയാനിയെ ഉപദേശിച്ചു. പക്ഷേ ദേവയാനി താൻ അനുഭവിച്ച ശർമ്മിഷ്ഠയിൽ നിന്നും അനുഭവിച്ച അപമാനങ്ങളെല്ലാം ശുക്രാചാര്യരോട് പറഞ്ഞു കൊടുത്തു. കോപിഷ്ഠനായ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ചെന്ന് വൃഷപർവാവിനോട് നിങ്ങളുടെ മകൾ എൻ്റെ മകളോട് കാണിച്ച കാര്യങ്ങൾക്ക് ഒരു പരിഹാരം വേണമെന്ന് ആക്രോശിക്കുക തന്നെ ചെയ്തു. ശർമ്മിഷ്ഠയുടെ അച്ഛനായ വൃഷപർവാവ് മഹാരാജാവ് ശുക്രാചാര്യരുടെ കാലിൽ വീണ് മാപ്പു പറഞ്ഞു. ശാപം കിട്ടരുതല്ലോ. ശുക്രാചാര്യർ ഇങ്ങനെ പറഞ്ഞു, തെറ്റു ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണ പോലെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ദേവയാനിക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാം. ദേവയാനി സഭയിൽ വന്ന് വൃഷപർവാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ. വൃഷപർവാവ് ശ്രദ്ധയോടുകൂടി ദേവയാനിയുടെ വാക്കുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മകൾ എന്നോട് ചെയ്തതിന് അവൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് 1000 ദാസിമാരോടുകൂടി അവൾ എൻ്റെ ദാസിയാവണം. എന്നെ അനുഗമിക്കണം. എന്നെ അവൾ ധിക്കരിക്കരുത്. ഞാൻ പറഞ്ഞ പണികളൊക്കെ അവൾ ചെയ്യണം. രാജാവ് സമ്മതിച്ചു. ശർമ്മിഷ്ഠയും സമ്മതിച്ചു. താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയല്ലേ അനുഭവിക്കാമെന്ന് അവളും വിചാരിച്ചു. അങ്ങനെ അവളും അത് സമ്മതിച്ചു. അങ്ങനെ ഒരു നാൾ യയാതി ദേവയാനിയെ ഇങ്ങനെ കിണറ്റിനുള്ളിൽ നിന്നും രക്ഷിച്ച് കൊണ്ടുവന്നതിന് ശേഷം കൊട്ടാരത്തിലെത്തുകയും പെണ്ണ് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ശുക്രാചാര്യർ യയാതിക്ക് ദേവയാനിയെ കല്യാണം കഴിച്ചു കൊടുത്തു. നഹുഷ രാജാവിൻ്റെ പുത്രനായിരുന്നു യയാതി. കൂടെ ശർമ്മിഷ്ഠയും 1000 ദാസിമാരും നമ്മുടെ ദേവയാനിയെ അനുഗമിച്ച് കൊട്ടാരത്തിലെത്തി. കുറേ നാൾ കഴിഞ്ഞു. യയാതിയും ദേവയാനിയും സന്തോഷപൂർവ്വം അങ്ങനെ കഴിഞ്ഞു. ഒരു നാൾ പൂന്തോട്ടത്തിൽ ശർമ്മിഷ്ഠയെ ഏകയായി രാജാവ് കാണാനിടയായി. നല്ല സൗന്ദര്യവതിയായ അവൾ രാജാവിനോട് കേണപേക്ഷിച്ചു, എൻ്റെ യൗവനം ഇങ്ങനെ തീർന്നു പോവുകയാണ്. യയാതിക്ക് ദേവയാനിയിൽ 2 പുത്രന്മാരുണ്ടായി. യദുവും
ദുർവസുവും 2 കുട്ടികൾ ഉണ്ടായി. അപ്പോഴാണ് ആ സമയത്താണ് ശർമ്മിഷ്ഠ രാജാവിനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എനിക്കും ഒരു ജീവിതം വേണ്ടേ, അങ്ങനെ കല്യാണം കഴിക്കണം. അങ്ങനെ ദേവയാനി അറിയാതെ ശർമ്മിഷ്ഠയെ രാജാവ് വിവാഹം കഴിച്ചു. അതിൽ ശർമ്മിഷ്ഠയിൽ 3 കുട്ടികൾ ഉണ്ടായി. ഒരു നാൾ കുട്ടികൾ ഓടി വന്ന് യയാതിയെ അച്ഛ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നത് ദേവയാനി കണ്ടു. അവൾ അത്ഭുതപ്പെട്ടു. അയ്യോ, ഇവൾ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തിരിക്കുന്നു. ഉടനെ തന്നെ ദേവയാനി അച്ഛനോട് വിവരം പറഞ്ഞു. പിതാവേ, നമ്മൾ ചതിക്കപ്പെട്ടു. എൻ്റെ ഭർത്താവിനെ ശർമ്മിഷ്ഠ വശീകരിച്ച് ഭർത്താവിൽ 3 മക്കൾ ഉണ്ടായിരിക്കുന്നു. കോപം വന്നില്ലേ ശുക്രാചാര്യന്? ശപിച്ചു. യയാതിയെ ശപിച്ചു. നീ ഒരു വൃദ്ധനായി പോകട്ടെ. ജരാനരകൾ ബാധിച്ച് ഉടൻ തന്നെ യയാതി വൃദ്ധനായിപ്പോയി. ശുക്രാചാര്യർ കൽപ്പിച്ച പോലെ തന്നെ സംഭവിച്ചു. യയാതി വൃദ്ധനായി മാറി. എല്ലാ മക്കളോടും തന്നെ രക്ഷിക്കണേ എന്ന് യയാതി പറഞ്ഞെങ്കിലും ആരും അനുസരിച്ചില്ല. അവസാനം ശർമ്മിഷ്ഠയുടെ ഇളയപുത്രനായ പുരു അത് ഏറ്റെടുക്കുകയും യയാതിക്ക് തൻ്റെ യൗവനം തിരിച്ചു നൽകുകയും ചെയ്തു. പിന്നെയും കുറേ കാലം യയാതി ഭാര്യമാരോടൊപ്പം ജീവിക്കുകയും അവസാനം തൻ്റെ മകന് തൻ്റെ യൗവനം തിരിച്ചു കൊടുത്ത് വാർദ്ധക്യം ഏറ്റെടുത്ത് അദ്ദേഹം ഈ ലോകം വിട്ട് യാത്രയാവുകയും ചെയ്തു. യയാതി വാനപ്രസ്ഥത്തിന് പോയ ശേഷമാണ് മരണം വരിച്ചത്. അതിനു മുമ്പ് താൻ തൻ്റെ യൗവനം തിരിച്ചു ചോദിച്ചപ്പോൾ തന്നത് പുരു മാത്രമാണ്. മറ്റു മക്കൾ തന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് യയാതി വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുമ്പ് ചില വരങ്ങൾ നൽകി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മൂത്തപുത്രനായ യദുവിൽ നിന്നും യദുവംശം ഉണ്ടാവുകയും രാജ്യാധികാരം കൊടുത്തതുമില്ല. വാർദ്ധക്യം ഏറ്റെടുക്കാത്തത് കൊണ്ട് യദുവിന് രാജ്യാധികാരം കൊടുത്തില്ല. പിന്നെയുള്ള പുത്രം ദുർവസു ആയിരുന്നു. ദുർവസുവിൽ നിന്നും യവനന്മാരാണ് ഉണ്ടായത്. അവർക്കും രാജ്യാധികാരം കൊടുത്തില്ല. പിന്നെ ദ്രുഹ്യു എന്ന ശർമ്മിഷ്ഠയുടെ മൂത്തപുത്രൻ, അവർ ഭോജന്മാരായി തീർന്നു. ഭോജന്മാർ എന്ന് അറിയപ്പെട്ടു. അനു എന്ന് പറയുന്ന കുട്ടി, ശർമ്മിഷ്ഠയുടെ അനു എന്ന് പറയുന്ന കുട്ടി മ്ലേച്ഛന്മാരായിപ്പോയി. മ്ലേച്ഛന്മാരെന്ന് അറിയപ്പെട്ടു. പുരുവിൽ നിന്നാണ് പുരുവംശം ഉണ്ടാവുകയും അതിൽ മഹാത്മാക്കൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഒരാളാണ് ജനമേജയ രാജാവ്. ആദിപർവത്തിലെ അടുത്ത ഭാഗവുമായി അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.